അപ്പോഴേ ഇത് കണ്ടോ, പല നിറത്തിലുള്ള ഈ കല്ലുകൾ, പിന്നെ നിറം മങ്ങിയ പിടി പോയ ഒരു കപ്പും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഈ കപ്പും ഇതിൻ്റെ അകത്തെ ഒരു കൊച്ചു ചെടിയും കൂടെ ഇന്നലെ എനിക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴ കഴിഞ്ഞിട്ട് ഞാൻ ഗാർഡനിൽ കൂടെ നടക്കുമ്പം ഈ കപ്പിനകത്ത് ഞാനൊരു ചെറിയ ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടിയാണിത് കേട്ടോ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം ഞാൻ ഈ കല്ലുകൾക്കിടയിൽ ചെന്ന് കിടക്കുന്നത് കണ്ട് ഞാൻ ഈ കപ്പിങ് എടുത്തതാണ്. കാരണം ഇത് കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. നോക്കിക്ക്, ആ കപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചെടി അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത്തിരി മണൽ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ വേര്, അതിൻ്റെ ബൾബ് കണ്ടോ, ഈ ബൾബിൽ നിന്നാണ് ഇതിൽ തൈകളുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് അന്ന് ഈ കപ്പ് ഉപേക്ഷിക്കാൻ കഴിയാണ്ട് ഞാൻ ഈ കപ്പിനകത്ത് ഈ ഒരു കൊച്ചു തൈ വെച്ച് ഇവിടെ വെച്ചിരുന്ന കേട്ടോ. ആ കിണറ്റിൻ്റെ അപ്പുറത്താണ് വെച്ചിരുന്നത്. അതവിടെ ഇരുന്ന് താഴെയൊക്കെ പോയി കിടന്നു. പക്ഷേ എൻ്റെ അതിൽ നിന്ന് അത് വെളിയിൽ പോയില്ല. അപ്പോൾ ഇന്നലത്തെ ഭയങ്കര മഴയ്ക്ക് ശേഷം ഗാർഡനിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഈ കപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനപ്പോൾ അത് എടുത്തു നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ശരിക്കും ഒരു ബോൺസായി, നാച്ചുറൽ ബോൺസായി. 1 വർഷത്തിൽ ഏറെ പഴക്കമുള്ളതാണിത്. കാരണം ഈ കപ്പിന് അത്രയും പഴക്കമുണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ ഓർത്തിന് ഈ കപ്പിനകത്ത് ഇതങ്ങ് റീസെറ്റ് ചെയ്തേക്കാമെന്ന്. അത് ഞാൻ കുറച്ച് ചകിരിച്ചോറ് ആദ്യം ഈ കപ്പിനകത്തോട്ട് ഇട്ടു. കാരണം അതിൻ്റെ കപ്പിൻ്റെ അടിഭാഗത്തെ കുഴയുടെ ഭാഗമാണല്ലോ പൊട്ടിപ്പോയിരിക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ചാൽ നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ചെറിയ നനവ് കിട്ടാൻ വേണ്ടി അതിനോടൊപ്പം ഈ ശകലം മണലൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ചെടിയെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചു. ഈ ബൾബ് കാണത്തക്ക രീതിയിലാണ് ഞാൻ ചെടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്ക്, ഞാനതിങ്ങനെ അങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് ശകലം മണ്ണിലൂടെ എൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ നിറമുള്ള കല്ലുകൾ അതിന് ചുറ്റും വെച്ചു. പിന്നെ ആ ബൾബ് കണ്ടാൽ തന്നെ, ആ ചെടിയുടെ ബൾബ് തന്നെ ഒരു കല്ല് പോലെ തോന്നിക്കുമല്ലോ. കണ്ടോ, നല്ലൊരു പെബിളായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അവിടെ വെള്ള പെബിൾ വെച്ചാൽ ശരിയാകത്തില്ല. അതിന് ഞാൻ നിറമുള്ള പെബിളെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ശരിക്കും ഒരു നാച്ചുറൽ ബോൺസായി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്തു. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പ്ലാന്റ്സ്, ചെടികളെ ഇഷ്ടപ്പെടുന്നവർ, ഇതുപോലെ കഥ പറയാൻ ഇഷ്ടപ്പെടുന്നവർ, കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആയവർ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിങ്ങനെയുള്ള ചെറിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.